പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തിരുസന്നിധി എന്നുള്ള ഈ പ്രഭാത വന്ദന സന്ദേശ പ്രോഗ്രാം ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന ദൈവവചനത്തിന്റെ രൂപാന്തരത്തിന്റെ ശക്തി നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും വീണ്ടും വെളിപ്പെട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണ്ണമായ വളർച്ച പ്രാപിക്കുവാൻ ഉത്സാഹിക്കണം. ക്രിസ്തുവിന് മനസ്സുള്ളവരായി തീരണം. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളെല്ലാം എക്കാലത്തുമുള്ള വിശുദ്ധന്മാർക്ക് വീണ്ടും വീണ്ടും ഉൾക്കാഴ്ചകൾ നൽകുന്നത്. നമ്മെ ദിവസങ്ങളിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവപ്രവൃത്തികൾ എന്നുള്ള വിഷയമാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏത് വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയ സ്വഭാവത്തിന്, ഇന്നലകളുടെ ജീവിതത്തിന് വീണ്ടും അതിനൊരു തുടർച്ച അവരുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. എപ്പോഴും മാറ്റങ്ങൾക്ക് വേണ്ടി വിധേയപ്പെടും. നാം അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാതത്തിലും ശിമോൻ പത്രോസിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുവാൻ പരിശുദ്ധമാ നൽകുന്ന പ്രേരണ പ്രാർത്ഥനയോടെ കൈക്കൊള്ളുവാൻ ദയവായി എല്ലാവരും ഉത്സാഹിക്കണമേ. ശിമോനെ ആദ്യം കർത്താവ് കാണുന്നത് അന്ത്രയോസ് യേശുവിന്റെ അടുക്കൽ വിളിച്ചുകൊണ്ടുവരുന്ന യോഹന്നാന്റെ ശിഷ്യനായിട്ടാണ്. അന്ത്രയോസ് ആണ് ശിമോനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്ത്രയോസിന്റെ പേര് കർത്താവ് മാറ്റിയിട്ടില്ല. അന്ത്രയോസിനോട് ഭാവിയെ കുറിച്ചുള്ള, നാളെ കുറിച്ചുള്ള ഒരു ദൂതുകളും കർത്താവ് വെളിപ്പെടുത്തി. എന്നാൽ ശിമോനെ കണ്ടപ്പോൾ അവന്റെ പിതാവിന്റെ പേര് വിളിച്ചു. എന്താണ് പിതാവിന്റെ പേര്? യോഹന്നാൻ. യോഹന്നാന്റെ മകനായ ശിമോനെ അവന്റെ പേര് വിളിച്ചു, അവന്റെ പിതാവിന്റെ പേര് വിളിച്ചു. ഇനിയും നാളെ അവൻ എന്ത് പേര് ഞാൻ വിളിക്കുമെന്ന് കർത്താവ് ഒരു പുതിയ പേരിട്ട് പരസ്യപ്പെടുത്തി. ശിമോനെ അന്ത്രയോസ് യേശുവിന്റെ അടുക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ കർത്താവ് ശിമോന്റെ ഇന്നലകളെ കുറിച്ച് പറഞ്ഞു, ഇന്നിനെ കുറിച്ച് പറഞ്ഞു, നാളെ കുറിച്ച് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിവർത്തിക്കുവാനും പ്രവർത്തിക്കുവാനും കർത്താവിന് കഴിയും എന്നുള്ളതിന് വലിയ തെളിവാണ് ശിമോന്റെ ഇന്നലകൾ. അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എവിടുന്ന് തുടങ്ങിയെന്ന്, ഇന്ന് അവൻ ആരാണ്, നാളെ അവൻ എന്തായി തീരുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഈ പേരിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. പഴയ പശ്ചാത്തലവും ഇന്നലകളുടെ ജീവിതവും കടന്നു വന്ന ബാക്ക്ഗ്രൗണ്ടും വർത്തമാനകാല സ്ഥിതിയും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും നാളെ ആരായി തീരുമെന്നുള്ള ഒരു വലിയ നിയോഗമാണ് ശിമോന് കർത്താവ് നൽകിയത്. അതുകൊണ്ടാണ് കേഫ എന്ന് പേരാകും. നമ്മളിങ്ങനെ ആരും പേരെടുത്തില്ല. കർത്താവിന് നമ്മെ പോലെ വലിയ ധൃതിയില്ല. കർത്താവ് പറഞ്ഞു, നാളുകളിൽ കേഫ എന്ന പേരിൽ നീ അറിയപ്പെടും. ഇന്ന് അറിയപ്പെടത്തില്ല, എന്നാൽ ഒരു ദിവസം ഞാൻ നിന്നെ കേഫ, ഒരു വലിയ പാറയിൽ നിന്ന് വെട്ടിയെടുത്ത ചെറിയൊരു പാറക്കഷ്ണം, അല്ലെങ്കിൽ അടിസ്ഥാന കല്ലിനോട് ചേർത്ത് പണിയാൻ പറ്റുന്ന അതുപോലുള്ള മറ്റൊരു പാറ, മൂലക്കല്ലിനോട് ചേർന്നിരിക്കുന്ന അടിസ്ഥാനമായിട്ട് പണിയാൻ പറ്റുന്ന ഒരു കല്ല്. പ്രിയമുള്ളവരെ, എന്തൊക്കെയാണ് ഇന്നത്തെ സംഭവിച്ചത്? ഒരു മനുഷ്യനെ കർത്താവ് തെരഞ്ഞെടുത്താൽ അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവ് തൊടുന്നു. കർത്താവ് രൂപപ്പെടുത്തുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ പണിയുന്നു, കർത്താവ് നമ്മെ പുതുക്കുന്നു, കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. അതിന് വലിയ ഉത്തമ ഉദാഹരണമല്ലേ ഗന്നേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിസ്സംഗനായി നിൽക്കുന്ന ശിമോൻ. യേശു കർത്താവ് ശിമോനെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പടകിന്റെ വലത്തുഭാഗത്തേക്ക് വല വീശുവാൻ. ഒരിക്കലും ആ ആഹ്വാനം കൈക്കൊള്ളുവാൻ ഇപ്പോൾ ശിമോന് കഴിയത്തില്ല. കാരണം താൻ പടക് വൃത്തിയാക്കി, വല കഴുകി, തലേ രാത്രി അധ്വാനം, കഠിനാധ്വാനം കഴിഞ്ഞ് ഭവനത്തിലേക്ക് നിസ്സംഗനായി പോകുന്ന ശിമോനോട് മത്സ്യബന്ധനവുമായി അല്ലെങ്കിൽ മീൻപിടുത്തവുമായി, കടലുമായിട്ടോ കടൽ തീരവുമായിട്ടോ ഈ തൊഴിലുമായി ഒരു ബന്ധമില്ലാത്ത ഈ ഗുരുവിന്റെ വാക്ക് കേട്ട് വീണ്ടും ഒരിക്കൽ കൂടെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുള്ള അനുസരണം. പ്രിയമുള്ളവരെ, നാം അധ്വാനിച്ച് മടുത്ത സ്ഥലത്ത്, നാം പരിശ്രമിച്ച് ഒന്നുമില്ലെന്ന് കണ്ടെത്തിയ അതേ സ്ഥലത്ത്, ഈ തീരത്ത് ഇനി ഒരു പ്രയോജനമില്ലെന്ന് കണക്കുകൂട്ടിയ അതേ സ്ഥലത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വാക്ക് കേൾക്കുവാൻ ശിമോൻ തയ്യാറായപ്പോൾ തന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വലിയൊരു അത്ഭുതം ആ പ്രഭാതത്തിൽ തനിക്ക് ഉണ്ടായി. മനുഷ്യന്റെ വാക്ക് കേട്ട് അകന്നുപോയ മത്സ്യങ്ങൾ ദൈവത്തിന്റെ കൽപ്പന കേട്ട് ശിമോന്റെ വലയിലേക്ക് ചാടിക്കയറി. ഈ മീൻപിടുത്തത്തിൽ തനിക്ക് സംഭ്രമം പിടിച്ചു. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, പത്രോസ് മീൻ പിടിക്കുമായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ യേശു പത്രോസിനെ പിടിക്കുമായിരുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഏത് മുഖ്യമനും തനിക്ക് കിട്ടിയ അത്ര വലിയ പെരുത്ത മീൻകൂട്ടം. ഈ മത്സ്യങ്ങളെ എല്ലാം കൊണ്ട് ചന്തയിൽ കൊണ്ട് വിറ്റിട്ട് അതിന് പണവുമായി ലാഭവുമായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട ശിമോൻ ഇപ്പോൾ കർത്താവിനോട് പറയുകയാണ്, എനിക്ക് മീനും വേണ്ട, ലാഭവും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പാപിയായ മനുഷ്യനാണ്. യഥാർത്ഥത്തിൽ അന്ന് പിടിച്ച മീൻ വിൽക്കുവാൻ ദൈവം പത്രോസിനെ അനുവദിച്ചു. പ്രിയമുള്ളവരെ, വ്യതിയാനങ്ങളുടെ, മാറ്റങ്ങളുടെ, രൂപാന്തരങ്ങളുടെ ഓരോ നാൾവഴികൾ ഇതാണ് നമുക്ക് ഇതിൽ കൂടെ കാണാൻ കഴിയുന്നത്. പേര് മാറ്റിയെടുക്കുക മാത്രമല്ല, ആ പേരിന് അനുയോജ്യമായ ഒരു ജീവിതത്തിനുടമയായി അപ്രകാരം ഒരു ദൈവിക സ്വഭാവത്തിലേക്ക്, ദൈവഗതത്തിലേക്ക് പത്രോസിനെ നയിക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. ഇപ്പോൾ പേര് മാറി മത്സ്യബന്ധനം, ഈ തൊഴിൽ എന്നേക്കുമായി അവസാനിപ്പിച്ചു. പടകും വലയും ഈ തീരവും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്
ഇതാ ശിമോൻ പത്രോസ് മുൻപോട്ട് പോകും. ആർക്കും വെളിപ്പെടുത്തി കിട്ടാത്ത ഒരു സ്വർഗീയമായ വെളിപ്പാടും ദർശനവും യേശുവിനെ കുറിച്ച് പത്രോസ് പറയാൻ തക്കവണ്ണം ഇന്ന് ഈ ശിമോൻ പ്രാപ്തനായി. മനുഷ്യപുത്രൻ ആരെന്ന് ചോദിച്ച ചോദ്യത്തിന് യിരെമ്യാവും യെശയ്യാവും മോശയും ഏലിയാവും യോഹന്നാൻ സ്നാപകനും എന്ന് ക്രിസ്തുവിനെ കുറിച്ച് ഭൗതിക ലോകം അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പ്രവാചകന്മാരെല്ലാം ശ്രേഷ്ഠന്മാരായിരുന്നു. പക്ഷേ അവരെല്ലാം മരിച്ചവരായിരുന്നു, മരണം കാണുവാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു, മരിക്കുവാൻ കൊതിച്ചവരായിരുന്നു, മരണത്താൽ മാറ്റപ്പെട്ടവരായിരുന്നു. പക്ഷെ ശിമോൻ വെളിപ്പെടുത്തിയത് മരിച്ച ഒരാൾ പുറത്തു വന്നതല്ല, ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തു. മോശ മരിച്ചു, യെശയ്യാവ് മരിച്ചു, യിരെമ്യാവ് മരിച്ചു, പ്രവാചകന്മാരെല്ലാം മരിച്ചു, യോഹന്നാൻ സ്നാപകൻ മരിച്ചു, ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ താക്കോൽ കൂട്ടങ്ങൾ നീ തുറക്കും, നീ അടയ്ക്കും, നീ അഴിക്കും, നീ കെട്ടും. പിന്നെ എല്ലാ ദൂതും വീണ്ടും പത്രോസിന് വേണ്ടി മാത്രമാണ്. ശിമോനെ കർത്താവ് അധികാരപ്പെടുത്തി ഒരു ഉടമസ്ഥാവകാശം ഏൽപ്പിക്കും. വലിയൊരു വാഗ്ദത്തം തന്നോട് മാത്രം വെളിപ്പെടുത്തി. കൂടെ 11 പേരുണ്ട്, ശിഷ്യന്മാർ ബാക്കി എല്ലാവരും ഉണ്ട്. അവരോട് ആർക്കും കർത്താവിന് ഒരു ദൂതുമില്ല. പ്രിയമുള്ളവരെ, യേശുവിനെ മുഖവശമില്ല. പക്ഷെ പത്രോസിന് കിട്ടിയ ഒരു വെളിപ്പാട് അവനെ വ്യത്യസ്തനാക്കി. നിങ്ങളെ വ്യത്യസ്തനാക്കി തീർക്കുന്നത് ഏത് വീട്ടിൽ ജനിച്ചു, നിങ്ങൾ ആരുടെ മകനാണ്, നിറം എന്താണ്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ്, നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റുകൾ, വിദ്യാഭ്യാസത്തിന്റെ കോഴ്സുകളുടെ എണ്ണം, അതിന്റെ അവാർഡുകള്, സ്കോളർഷിപ്പ് എത്രയാണെന്നുള്ളതല്ല വിഷയം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ വെളിപ്പാടുകളും നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കും, ഉന്നതരാക്കി തീർക്കും. ജോസഫിന്റെ സഹോദരന്മാർക്ക് ഇല്ലാഞ്ഞതും ജോസഫിന് ഉണ്ടായിരുന്നതും ഒറ്റ വെളിപ്പാടാണ്. നാം പറയാം വെളിപ്പാട് ശോധന ചെയ്യപ്പെട്ടു. എന്നാലും വെളിപ്പാടിനെ, സ്വപ്നത്തെ തടവറയിൽ അടയ്ക്കുവാൻ കഴിയത്തില്ല, കുഴിയിലിട്ട് കുഴിച്ചു മൂടുവാൻ കഴിയത്തില്ല, വിൽക്കുവാൻ കഴിയത്തില്ല, ഇല്ലായ്മ ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം അതിന്റെ ഉടമസ്ഥൻ, ആ സ്വപ്നത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സർവശക്തനായ ദൈവമാകുകൊണ്ട് അതിനെ നിവർത്തിക്കുവാനും ദൈവം ബാധിച്ചു. നിങ്ങൾ ശിവനെ നോക്കി, ഇപ്പോൾ താക്കൽ കൂട്ടങ്ങൾ ശിവോന്റെ കരങ്ങളിലാണ്. തുറക്കുവാനും അടയ്ക്കുവാനും അഴിക്കുവാനും കെട്ടുവാനും പണിയുവാനും യുദ്ധം ചെയ്യുവാനും നിർമ്മിക്കുവാനും പൊളിച്ചു കളയുവാനും പത്രോസിന് ദൈവം അധികാരപ്പെടും. പ്രിയമുള്ളവരെ, തീർന്നില്ല. തന്റെ രൂപാന്തരമലയിൽ ശിവൻ പത്രോസിനോട് കർത്താവ് തന്റെ നിര്യാണ കാലത്തെ പഴയ നിയമ പ്രവാചകന്മാരായ മോശയും ഏലിയാവും വെളിപ്പെടുത്തുന്ന വിശുദ്ധ പർവ്വതത്തിൽ പത്രോസ് ഇന്നത്തേതിൽ പറയേണ്ടി വന്നു. വിശുദ്ധ പർവ്വതത്തിൽ ഞങ്ങളായിരുന്നു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, നേരിട്ട് മുഖാമുഖമായി കണ്ടു, തേജസ്സിന്റെ അനുഭവം, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയുന്ന ക്രമത്തിൽ പത്രോസ് വിശുദ്ധ പർവ്വതത്തിൽ കർത്താവിനോട് കൂടെ മേഘത്തിനുള്ളിൽ പിതാവിന്റെ ശബ്ദം കേട്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം വീണ്ടും ഒരുക്കപ്പെടുകയും, യഥാർത്ഥത്തിൽ പർവ്വത മുകളിൽ അപ്പോസ്തലിക സഭയുടെ തൂണുകൾ ഒരുക്കപ്പെടുകയാണ്, പണിയപ്പെടുകയും. തീർന്നില്ല, പിന്മാറ്റമുണ്ടായി, വിട്ടുപോകേണ്ടി വന്നു. മീൻപിടുത്തത്തിന് പഴയ പടകും വലയുമായി പോയി. എങ്കിലും കർത്താവ് യഥാസ്ഥാനപ്പെട്ടു. ഇല്ല പ്രിയമുള്ളവരെ, കർത്താവ് ഒരിക്കലും കൈവിടുന്നില്ല. മനുഷ്യൻ കാണുന്ന പോലെയല്ല കർത്താവ് കാണുന്നത്. ശിമോനെ തിരക്കി യേശു പുറകിൽ ഒരു വെളിപ്പാട് അകലെ ദൂരത്തിൽ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? വീണ്ടും മീൻ പിടിച്ചു കൊടുത്തു. 158 വലിയ മീനുകൾ, 157 വലിയ മീനുകൾ. നാം മീൻ പിടിച്ച് തിരിച്ച് കരയിൽ വന്നപ്പോൾ ഒരു രാത്രി മൊത്തം കടലിൽ ചെലവഴിച്ച ശിഷ്യന്മാർ. അതിൽ പത്രോസ് ഈ തണുത്ത വെള്ളത്തിൽ നിർജീവമായി പോയ തന്റെ ശരീരം, തണുത്തുറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിൽ ചൂട് നൽകുവാൻ തീക്കനൽ, ഭക്ഷിക്കുവാൻ അപ്പം, കഴിക്കുവാൻ മീൻ. പ്രിയരെ, ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് പത്രോസിന്റെ ലൈഫാണ്, ജീവിതമാണ്. ഇന്നലകളിൽ തള്ളിപ്പറഞ്ഞ, തിരസ്കരിച്ച, ഓടിപ്പോയ, പിന്മാറിപ്പോയ, മടങ്ങി വരാൻ കഴിയാത്ത ദൂരത്തോളം ഭയപ്പെട്ട് ഓടി ഒളിച്ച ശിമോൻ, ആ ശിഷ്യനെ കർത്താവ് യഥാസ്ഥാനപ്പെട്ടു. ഇപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നില്ല. അപ്പോഴും കർത്താവിനെ അറിയേണ്ടത് നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ശിമോൻ പത്രോസ് യേശുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് കർത്താവ് തിരിച്ച് പത്രോസിനോട് ചോദിക്കുകയാണ്. ശിമോനെ, നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതോ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? മീൻ കാണിച്ചു കൊടുക്കുവാനും, മീൻ പിടിച്ചു കൊടുക്കുവാനും, മീൻപിടുത്തത്തിൽ സഹായിക്കുവാനും, കടൽ മീതെ നടക്കുവാനും, അപ്പോൾ തന്നെ നിന്റെ ഉപജീവന മാർഗം, നിന്റെ കരം കൊടുക്കുവാൻ, നിന്റെ കുടുംബം, നിന്റെ അമ്മായിമ്മയെ സൗഖ്യമാക്കുവാൻ, നിന്നെ വലിയവനാക്കുവാൻ, ഈ കാര്യപരിപാടിക്ക് വേണ്ടിയാണോ കർത്താവ് ക്രൂശിൽ മരിച്ചത്? അല്ല, ഒരിക്കലുമല്ല ശിമോനെ. നിന്റെ ജീവിതത്തിലോ നിന്റെ ഭാവിക്കോ നിന്റെ ഉപജീവനത്തിന് വേണ്ടിയല്ല ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത് നിയോഗമാണ്, ഇതൊരു ഉത്തരവാദിത്വമാണ്, ഇതൊരു ദൗത്യമാണ്. അവിടെ വീണ്ടും ശിമോൻ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി വലിയ ദൗത്യങ്ങൾ, മിഷൻ ഫലമേൽപ്പിക്കുക. കർത്താവ് വിശ്വസിച്ച് ഏൽപ്പിക്കുക. ഇനി നീ പരാജയപ്പെടുകയില്ല. ഒരു മനുഷ്യനെ ഇപ്രകാരമാണ് കർത്താവ് പണിത്, വിശുദ്ധീകരിച്ച്, രൂപാന്തരപ്പെടുത്തി, ദൗത്യങ്ങൾ ഫലമേൽപ്പിച്ച് ദൈവ നിയോഗങ്ങളുടെ സാക്ഷാത്കാരം പൂർത്തീകരിക്കുവാൻ ഉപയോഗിക്കും. ഇത് നമുക്ക് വലിയൊരു അനുഭവ പാഠമാണ്. ഗോഡ് ബ്ലെസ്.